ഗൈസ്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആറ്റുകാൽ അമ്പലത്തിൽ വന്നിട്ട് പൊങ്കാലിടണമെന്ന്. അത് ഇന്ന് സാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 3 ഫ്രണ്ട്സും കൂടി ചേർന്ന് തുംകൂറിൽ നിന്ന് തന്നെയാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അവിടെ പൊങ്കാലയുടെ തലേന്ന് തന്നെ എത്തി. അതായത് മാർച്ച് 2-ാം തീയതി രാവിലെ തന്നെ എത്തിയിട്ട് അമ്പലത്തിലേക്ക് ആദ്യം അമ്പലത്തിൽ കയറി തൊഴുക എന്നൊരു പ്ലാനോടുകൂടി ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഒരു 6-6:30 ആയപ്പോഴത്തേക്കിന് തന്നെ തിരുവനന്തപുരത്ത് അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തി. അമ്പലത്തിൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുപോകാതെ ഞങ്ങൾ കുറച്ചൊരു 3-4 കിലോമീറ്ററിന് ഇപ്പുറം വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് നടക്കുന്നത്. കാരണം ഈ തിരക്ക് കാരണം പിന്നീട് ഞങ്ങൾ തിരിച്ച് തൊഴുതിറങ്ങുമ്പോഴത്തേക്കിന് വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതി ഞങ്ങളത് ദൂരെ തന്നെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയരികിൽ 2 ഭാഗങ്ങളിലായിട്ട് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. പൊങ്കാല കലങ്ങൾ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ, അരിയും മറ്റു സാധനങ്ങളെല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ക്യൂവിൽ കയറി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഇങ്ങേ സൈഡിലെ റോഡിൽ നിന്ന് മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്ത്, എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ പൊങ്കാല ദിവസം രാവിലെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അടുപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുകയാണ് അമ്മ. ഞങ്ങൾക്ക് പൊങ്കാല അടുപ്പ് എങ്ങനെ വെക്കണം എന്നെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കല്ല് വെക്കുമ്പോഴും പ്രാർത്ഥിച്ച് വെക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരികയാണ്. ആദ്യത്തെ കല്ല് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ചു. 2-ാമത്തെ കല്ലെന്ന് പറയുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് വെച്ചത്. 3-ാമത്തെ കല്ലെടുത്തിട്ട് നമ്മൾ ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 3-ാമത്തെ കല്ലും വെച്ചു. പിന്നെ നമ്മൾ നമ്മുടെ പൊങ്കാല കലം അടുപ്പിലേക്ക് പ്രാർത്ഥനയോടെ വെക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അടുപ്പും കലമെല്ലാം ഒരുക്കി വെച്ചു. ഇനി നമ്മൾ പൊങ്കാല കലത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇനി ഞങ്ങൾ ഗണപതി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ അത് ഞങ്ങളുടെ ഓപ്പോസിറ്റൊക്കെ ഇരുന്ന ആൾക്കാർ, പൊങ്കാല ഇടുന്ന ആൾക്കാർ എല്ലാവരും ചെയ്യുന്നതായിട്ടൊന്നും കണ്ടില്ല. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊങ്കാലയിടുന്ന തൊട്ടപ്പുറത്ത് ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ പോയി തൊഴുത് അവിടുന്ന് തിരുമേനി പ്രസാദമൊക്കെ തന്നു. പൊങ്കാല അടുപ്പും കലങ്ങളും ഒക്കെ ഞങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന സമയത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ആ അമ്പലത്തിൽ തിരുമേനി തന്നെയാണ് നമുക്ക് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരാനായിട്ട് കൊണ്ടുവരുന്നത്. പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതിനുള്ള സമയം ഞങ്ങൾ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ അടുപ്പിൽ തീ പകരുന്നതിന് വേണ്ടി കൊതുമ്പിൽ തിരശ്ശീല ചുറ്റിയിട്ട് ഞങ്ങളങ്ങനെ കൊതുമ്പിൽ തിരശ്ശീല ചുറ്റി ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് തിരുമേനി ആ തീ കൊണ്ട് തരുമ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്ത് വേഗം നമുക്ക് അടുപ്പിലേക്ക് തീ പകരാൻ പറ്റും. അങ്ങനെ ഞങ്ങളത് ചെയ്തു വെച്ചു. അങ്ങനെ തിരുമേനി സമയമായപ്പോൾ നമുക്ക് തീ പകർന്നു തന്ന് നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് നമ്മൾ തീ കത്തിച്ചു. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോഴത്തേനും ഞങ്ങൾ അരിയെല്ലാം കഴുകി പൊങ്കാല കലത്തിലേക്ക് ഇട്ടു. ഇനി അത് നമുക്ക് തിളച്ച് വരുന്ന ആ ഒരു പുണ്യ നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആ പ്രാർത്ഥനയോടെല്ലാവരും അവിടെ മൊത്തം ഉണ്ടായിരുന്ന പൊങ്കാല ഇടുന്ന ആൾക്കാർക്കെല്ലാം പ്രാർത്ഥനയോടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാല അടുപ്പിൽ പൊങ്കാല എല്ലാം തിളച്ചു വന്നു. നല്ല ഭംഗിയായിട്ട് പൊങ്കാല തിളച്ച് തൂവി. അങ്ങനെ ഞങ്ങൾ പൊങ്കാല എല്ലാം റെഡിയായി ഇരിക്കുക. ഇനി പൊങ്കാല തളിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് സമയം എടുക്കും, 2:30 ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങൾ ഓരോ സംഘടനക്കാർ ഇങ്ങനെ വെള്ളം, ഫുഡ്, തണ്ണിമത്തൻ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയി.
പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും 2:30 ആയപ്പോഴത്തേക്കും തിരുമേനി വന്നു. നമ്മുടെ അടുപ്പിൽ പൊങ്കാലയ്ക്കെല്ലാം തളിച്ചു. ആ ഒരു പുണ്യ നിമിഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. തലേന്നത്തെ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി അടുത്ത വർഷം എങ്ങനെ വരുമെന്നായിരുന്നു. പക്ഷെ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ തൊട്ട് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് പൊങ്കാലയൊക്കെ ഇട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി അടുത്ത വർഷം നമുക്ക് വരണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലയോ അമ്മനെ? നമ്മളെ നല്ല ഭംഗിയായിട്ടെല്ലാം അല്ലേ? നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ വരാൻ പറ്റുമോ? അതെ, ഉറങ്ങാൻ കൂടെ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്.